കുടുംബക്ഷേമ വകുപ്പുകളില്, ആരോഗ്യ മേഖലയിലൊക്കെ സ്ത്രീകൾക്ക് പുതിയ പുതിയ നയങ്ങൾ കൊണ്ടുവരുവാനും അത് സമൂഹത്തിന് ഏറ്റവും ഗുണപരമായ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോക്സഭയിൽ ഉൾപ്പെടെ നിയമസഭയിൽ ഉൾപ്പെടെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന മാറ്റം സമൂഹം ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാതൃവന്ദൻ യോജന മുതൽ, അതായത് ഒരു ഗർഭസ്ഥ ശിശുവിന് കിട്ടേണ്ട പരിചരണം മുതൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ പെൺകുഞ്ഞിന് സുകന്യാ സമൃദ്ധി പദ്ധതി തുടങ്ങി ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ പോഷൺ അഭിയാൻ പദ്ധതിയിലൂടെ, അതിന്റെ ആരോഗ്യ സംരക്ഷണത്തിലൂടെ, വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, സുകന്യാ സമൃദ്ധി പദ്ധതിയിലൂടെ, മറ്റ് വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരുപാട് പദ്ധതികൾ നൽകുന്നതിലൂടെ ഒരു പെൺകുഞ്ഞിനെ എത്ര കരുതലോടെയാണ് ഈ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുന്നത് എന്ന് നാം കണ്ടു കഴിഞ്ഞതാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ വികസനം, ആ വികസനം എന്ന് പറയുന്നത്, വനിതകളുടെ വികസനം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ഇനി വേണ്ടത് എന്താണ്? വനിതകൾ നേതൃത്വം നൽകുന്ന വികസനത്തിലേക്കാണ് സത്യത്തിൽ നമ്മുടെ രാജ്യം എത്തേണ്ടത്. വനിതകൾക്ക് വികസനം 2014 മുതൽ ഒട്ടനവധി വികസന പദ്ധതികൾ ഉണ്ട്. കണക്കെടുത്ത് പറഞ്ഞാൽ അഭൂതപൂർവമായ വളർച്ച വികസന പദ്ധതികളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വനിതകൾ നേതൃത്വം നൽകുന്ന വികസനം അത് ഈ സമൂഹത്തിന്, വനിതകൾക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് മുഴുവൻ ഗുണകരമാകുന്ന രീതിയിൽ വനിതകൾ നേതൃത്വം നൽകുന്ന ഒരു വലിയ വികസനം ഈ രാജ്യത്ത് ഉണ്ടാകണമെന്നാണ് മോദി സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആഗോളതലത്തിലൊരു വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വികസിത ഭാരതം എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിലാണ് നമ്മളെല്ലാവരും. ആ വികസിത കാഴ്ചപ്പാടിലേക്ക്, വികസിത ഭാരതത്തിലേക്ക് എത്തുന്നതിന് രാജ്യത്ത് 50%-ലധികം വരുന്ന ജനസംഖ്യയിൽ 50%-ലധികം ശബ്ദമാകുന്ന, നാമാവുന്ന സ്ത്രീകൾ, അവരുടെ പ്രാതിനിധ്യം ലോക്സഭയിലും അതോടൊപ്പം തന്നെ സംസ്ഥാന നിയമസഭകളിലും നിയമനിർമ്മാണത്തിലും നയരൂപീകരണത്തിലും ഉണ്ടാകണമെന്നുള്ളത് ഒരു രാജ്യം ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. രാഷ്ട്രീയമായി ഇതിനെ എതിർക്കുവാനുള്ള പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതുവരെ 10-60 വർഷക്കാലമായി ഒരു നടപടിയും ഇല്ലാതെ ബില്ല് കീറിയറിയും, ചർച്ചകൾ നടക്കില്ല, ചർച്ചകൾ അലങ്കോലമാക്കപ്പെടും. ഇത്തരത്തിലൊരു സംവിധാനത്തിലൂടെ സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ട അവരുടെ അവകാശത്തെ പുനഃസ്ഥാപിക്കാൻ ഒരു ഗവൺമെന്റ് ശ്രമിച്ച് അതുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഒരു സിംഗിൾ പോയിന്റിൽ നിന്നുകൊണ്ട്, ഒരു സമഗ്രമായ കാഴ്ചപ്പാടിലൂടെ ഒരു സിംഗിൾ പോയിന്റിൽ നിന്നുകൊണ്ട് അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടല്ലേ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെയുള്ളവർ കൈക്കൊള്ളേണ്ടത് എന്നുള്ള ഒരു വലിയ ചോദ്യം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതെന്താണ് ഇനി നടപ്പിലാകേണ്ടത്? ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ ഈ ഒരു മാറ്റം കൊണ്ടുവരുവാൻ ഇനിയും കാലതാമസം വരുത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് ഈ 106 അമെന്റ്മെന്റ് ഭേദഗതി ബിൽ, നാരീശക്തി വന്ദൻ അധിനിയം എന്ന് നമ്മൾ ഓമനത്തേറിട്ട് വിളിക്കുന്ന ഈ വലിയ ചരിത്രപരമായ ഒരു മുഹൂർത്തം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് എല്ലാവരും ചേർന്ന്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ലിംഗഭേദമന്യേ എല്ലാവരും ചേർന്ന് ഈ ബില്ലിനെ സ്വാഗതം ചെയ്യുകയും ഈ നിയമത്തെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ചരിത്രപരമായ ഒരു വലിയ മുഹൂർത്തം നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കണമെന്നുള്ള അഭിപ്രായമാണ്, ഒരു സന്ദേശമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുവാനുള്ളത്.
എന്ന് വിശ്വസിക്കുന്നു. നിലവിലെ ബില്ലിന് ആരെങ്കിലും തടസ്സമുണ്ടോ? നിലവിലെ ബില്ലിനെതിരെ ചർച്ചകൾ വരുന്നുണ്ട്. അതൊരു വലിയ തടസ്സമായിട്ട് ഉന്നയിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ ബില്ല്. അതുകൊണ്ട് ഒരു വലിയ തടസ്സവാദവുമായി രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ സമീപിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നത്തെ പ്രസ് മീറ്റിന്റെ ലക്ഷ്യം എന്താണ്? സംസ്ഥാന തലത്തിൽ എല്ലാ ജില്ലകളിലും നാരീശക്തി വന്ദൻ അധിനിയം, ഈ വിമൻ റിസർവേഷൻ ബില്ലിനെ കുറിച്ച് പത്രസമ്മേളനങ്ങൾ നടത്തുക, സെമിനാറുകൾ നടത്തുക, ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതി പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടന്നിരുന്നു. ഇന്ന് നമ്മുടെ ബഹുമാന്യനായ MP ശ്രീ സദാനന്ദ മാഷിന്റെ പത്രസമ്മേളനം നടന്നിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പത്രസമ്മേളനങ്ങൾ നടത്താനുള്ള ഒരു നിർദ്ദേശം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയിലെ ഒരു പ്രമുഖ വനിതാ നേതാവ് ആലപ്പുഴ ജില്ലയിലെ ഒരു വനിതാ നേതാവിനെ ഭീഷണിപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായി വരുന്നുണ്ട്. അത് പാർട്ടിയുടെ പരാതി വരികയോ ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതില് അഭിപ്രായം പറയാൻ ബിജെപിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ചോദിച്ചതാണ്. അല്ല, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. പരാതി ഉണ്ടോ, മറ്റു കാര്യങ്ങൾ അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ നമ്മൾക്ക് അങ്ങനെയൊരു ചിത്രം കിട്ടിയിട്ടില്ല. സ്വാഭാവികമായി വന്ന അഭിപ്രായം വെച്ചാല് പരാതിപ്പെട്ട ആളെ പുറത്താക്കുകയും ഭീഷണിപ്പെടുത്തിയ ആളെ സംരക്ഷിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് വരുന്ന അഭിപ്രായങ്ങൾ. അല്ല, പൊതു സ്വാഭാവികമായി അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുള്ളൂ. അന്വേഷണത്തിന് മുമ്പ് തന്നെ പുറത്താക്കുന്ന നടപടിയിലേക്ക് പ്രസിഡന്റ് ഭാഗത്തുണ്ടായി. പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പാർട്ടി വേഗമായിട്ടൊരു കാര്യം ചെയ്യില്ല, അത് സുനിശ്ചിതമാണ്. അപ്പോൾ അതിന്റെ പിറകിൽ എന്താണ് എന്നുള്ളത് പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പുറത്താക്കൽ ഉണ്ടായിട്ടുള്ളത്. അല്ല, അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പാർട്ടി പൊതുസമൂഹത്തിൽ വ്യക്തമാക്കണമെന്നില്ല. അത്തരത്തിൽ പ്രവണതകൾ നല്ലതാണ്. ഒരു പ്രസ്ഥാനത്തിനാണെങ്കിലും അത്തരത്തിൽ പരസ്യമായി ഒരു ഭീഷണിപ്പെടുത്തലും അത്തരത്തിൽ ആക്ഷേപം ഉയർന്നു വരികയും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ വരെയാണ് അതിനകത്ത് ഉയർന്നു കേട്ടത്. അത് ശരിയായ പ്രവണതയാണ്. കാരണം വനിതാ ബില്ലിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വനിതകൾ തമ്മിലാണ് പരസ്പരം പോരടിക്കുന്നത്. അത് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ സത്യത്തില് വ്യക്തിപരമായ പരാമർശങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അത് നല്ലതല്ല. അത് നമ്മൾ ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെയും സ്ത്രീകൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അത്തരം കാര്യങ്ങൾ ശുഭകരമായ ഒന്നാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാരിശക്തിയെ കുറിച്ച് പറയുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടു. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതല്ല. ഞാനുള്ളത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ കണ്ടതാണ്, നമ്മൾ കൂടുതൽ സീറ്റുകളും നമ്മുടെ ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പോയി മത്സരിക്കാനുള്ള താല്പര്യവും എനിക്കില്ല. സ്വന്തം സ്ഥലത്ത് മത്സരിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്റെ കോർപ്പറേഷൻ ഇലക്ഷനിലും അത് തന്നെയാണ് സ്വീകരിച്ചത്. ഗിരിനഗർ എന്റെ സ്വന്തം സ്ഥലത്താണ് ഞാൻ മത്സരിക്കാൻ ആഗ്രഹിച്ചത്. അപ്പൊ അത്തരത്തിലൊരു താല്പര്യമുള്ളത് കൊണ്ട് പാർട്ടി നിഷേധിച്ചതല്ല, അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏറ്റുമാനൂർ ഉൾപ്പെടെ 2020 ആ സീറ്റ് നൽകേണ്ടി വന്ന സാഹചര്യം അതിന്റെ ഹോം ടൗൺ ആണ്. അതുകൊണ്ടാണ് അവിടെ ആ പേരുണ്ടായത്. അങ്ങനെയല്ല, നമ്മൾ അവർ അതിഥികളായി വന്നവരാണ്. ആതിഥേയ മര്യാദ എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് എന്നും ഞങ്ങൾ പറയുന്നതാണ്. അത് 2020 പോലെയുള്ള അത്രയും ഉദാത്തമായ ഒരു സംഘടന വന്നപ്പോൾ അവരോട് ആ മര്യാദ നമ്മൾ കാണിക്കേണ്ടി വന്നു. അത് കാണിച്ചു എന്ന് മാത്രമേ. കാലങ്ങളെ ഒപ്പമുള്ള ഘടകകക്ഷികൾക്ക് സീറ്റ് കിട്ടാതെ വന്നു, കിട്ടിയിട്ടുണ്ട്. ഘടകകക്ഷികൾക്കും സീറ്റ് ഇത്ര കൊടുത്തിട്ടില്ല. അല്ല, പ്രധാന LJP ആണെങ്കിലൊക്കെ അവർ പരാതിപ്പെടുകയും ചെയ്തതാണ്. പ്രധാന ഘടകകക്ഷികൾക്കൊക്കെ പാർട്ടി സീറ്റ് നൽകിയിട്ടുണ്ട്.
ചർച്ചകൾ നടന്നിരുന്നു. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ താല്പര്യമനുസരിച്ച് തന്നെയാണ് സീറ്റുകൾ നൽകിയിട്ടുള്ളത്. ഈ സീറ്റുകളൊക്കെ 2020 കൊടുത്തത് പിന്നെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാനൊക്കെ ഒരു പ്രചാരണമുണ്ട്. ഇല്ല, അത് വെറുതെയാണ്. 2020 സീറ്റ് കൊടുക്കുന്നതിൽ എന്ത് ഗ്രൂപ്പിസം? അതിലൊരു ഗ്രൂപ്പിസവും ഇല്ല. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവർ ആദ്യമായിട്ടാണ് NDA അലയൻസിലേക്ക് വരുന്നത്. 2020 പോലെയുള്ള ഒരു പാർട്ടിയെ നമ്മൾ അതുപോലെ പരിഗണിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. അതുകൊണ്ട് സീറ്റുകൾ കൂടുതലുണ്ട്. അത് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് സീറ്റ് കിട്ടാതെ പോകുന്ന സാഹചര്യത്തിലേക്ക് ഘടകകക്ഷികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ട് സംഭവിച്ചു. പാർട്ടിയിൽ ഒരുപാട് നേതാക്കന്മാർ മത്സരിക്കാതെയുണ്ട്. ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MT രമേശ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള S സുരേഷ് ഉൾപ്പെടെയുള്ള പല പ്രമുഖ നേതാക്കന്മാരും ഇത്തവണ മത്സരിച്ചിട്ടില്ല. അപ്പോൾ മത്സരിക്കുക മാത്രമല്ല, പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നുള്ളതും കൂടി വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലും പാർട്ടിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം ആളുകൾ ഇത്തവണ സംഘടനാ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് മാറി നിന്നിട്ടുണ്ട്. 2020 പോലെ ഒരു ചെറിയ പാർട്ടി ഇത്ര അധികം സീറ്റുകൾ അർഹിച്ചിരുന്നു. BJP പോലെ ഒരു വലിയൊരു പാർട്ടി അവിടെ നിൽക്കുമ്പോൾ 2020 ഒരു ചെറിയ പാർട്ടിയായിട്ട് നമ്മൾ കാണാൻ സാധിക്കുമോ? കാരണം അതിന്റെ ഉയർച്ചയും വളർച്ചയും ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ഒരു രാഷ്ട്രീയം പൊതുസമൂഹത്തിന് ഏറെ താല്പര്യമുള്ള ഒരു രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെയാണ് 2020 കൂടുതൽ പരീക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറായത്. BJP-യേക്കാൾ താല്പര്യം ഉണ്ടാവോ 2020യോട് സമൂഹത്തിൽ? നമുക്ക് മെയ് 4-ാം തീയതി നോക്കാം. ഞാനൊരു വക്താവാണ്. ഇതുവരെ പാർട്ടിയുടെ ഔദ്യോഗികമായി നീക്കിയിരുന്നിട്ടില്ല. അതിനുശേഷമുള്ള പത്രസമ്മേളനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അതിനെക്കുറിച്ച് നിങ്ങളോട് വ്യക്തമാക്കും. ഈ BJP പാർട്ടിക്കകത്ത് നാരീശക്തി എങ്ങനെയാണ്? എന്നുവെച്ചാൽ നിങ്ങൾ സ്ത്രീകൾക്കുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ട്? സ്ത്രീകൾക്ക് സ്വാധീനമുണ്ട്, പക്ഷെ സ്വാധീനം കുറച്ചുകൂടി വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നാരീശക്തി വന്ദന അധിനിയത്തെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്നത്. ഇപ്പോൾ സമർപ്പണ മനോഭാവമുള്ള, പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള, കൂടുതൽ കാര്യങ്ങളെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന അത്തരം ചിന്താഗതിയുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരെയെല്ലാം വലിയ തോതിൽ പാർട്ടിക്കുള്ളിലും ജനാധിപത്യ പ്രക്രിയയിലും ഉൾക്കൊള്ളണം എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നന്ദി.